നമുക്കിന്ന് ഡ്രസ്സിൽ നിന്ന് എങ്ങനെ അളവെടുക്കാമെന്ന് നോക്കാം. അതിന് ഇന്നൊരു ചുരിദാറിൽ നിന്നാണ് അളവെടുക്കുന്നത്. ആദ്യം നമുക്ക് ഫുൾ ലെങ്ത്ത് എങ്ങനെ എടുക്കൽ നോക്കാം. ഫുൾ ലെങ്ത്ത് എടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഷോൾഡർ പോയിൻറ്റിൽ നിന്ന് തുടങ്ങി താഴെ നമ്മുടെ ഫുൾ ലെങ്ത്ത് എവിടെയാണോ നിൽക്കുന്നത് ആ പോയിൻ്റ് വരെയാണ് നമ്മുടെ ഫുൾ ലെങ്ത്ത് എടുക്കുക. ഇവിടെ എനിക്ക് 38 ഇഞ്ചാണ് ഫുൾ ലെങ്ത്ത് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അടുത്തത് നമുക്ക് ഷോൾഡർ എത്രയാണെന്ന് നോക്കാം. ഷോൾഡറിൻ്റെ അളവ് വരുന്നത് നമ്മുടെ സ്ലീവ് ജോയിൻ ചെയ്ത ആ എൻഡ് മുതൽ നെക്കിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് വരെയാണ് നമ്മുടെ ഷോൾഡർ ഉണ്ടാവുക. ആ അളവായിരിക്കും നമ്മുടെ ഷോൾഡറിൻ്റെ മെഷർമെൻറ്റ്. ഇവിടെ 2.5 ഇഞ്ചാണ് ഷോൾഡറായി കിട്ടിയിരിക്കുന്നത്. അടുത്ത് നമുക്ക് ഫ്രണ്ടും ബാക്ക് നെക്കിൻ്റെ ലെങ്ത്തും എത്രയാണെന്ന് നോക്കാം. അതിനായി ടാപ്പ് ഇതേപോലെ സ്റ്റാർട്ടിങ് പോയിൻറ്റിൽ നിന്ന് വെച്ച് ഫ്രണ്ട് നെക്കാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ലെങ്ത്ത് ഒന്ന് ഇതുപോലെ അളന്നെടുക്കുക. ഇവിടെ ഇപ്പം ഞാൻ 5 ഇഞ്ച് ലെങ്ത്തിലാണ് എടുക്കുന്നത്. അടുത്തതായി ബാക്ക് നെക്ക് ഇതേപോലെ തന്നെ സ്റ്റാർട്ടിങ് പോയിൻറ്റിൽ വെച്ച് ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് നോക്കുക. നെക്സ്റ്റ് നമുക്ക് ആം ഹോളിൻ്റെ അളവ് എത്രയാണെന്ന് നോക്കാം. അതിനായി നമ്മുടെ സ്ലീവ് ജോയിൻ ചെയ്ത ഭാഗം മുതൽ അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് മുതൽ സ്ലീവ് ജോയിൻ ചെയ്ത് എൻഡ് വരെ ടാപ്പ് ഇതുപോലെ വെച്ച് നമുക്ക് ആ അളവ് മെഷർ ചെയ്തെടുക്കാം. ഇവിടെ 6.5 ഇഞ്ചാണ് ആം ഹോളായിട്ട് കിട്ടിയിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ചെസ്റ്റിൻ്റെ അളവ് നോക്കാം. അതിനായി നമ്മുടെ സ്ലീവിൻ്റെ എൻഡ് ഭാഗം, അതായത് ആം ഹോളിൻ്റെ എൻഡ് ഭാഗം ഉണ്ടാവുമല്ലോ, അതുമുതൽ അടുത്ത ആം ഹോൾ വരെ നമുക്ക് ടാപ്പ് വെച്ച് അളന്നെടുക്കുക. ഇവിടെ എനിക്ക് 17 ഇഞ്ചാണ് ചെസ്റ്റ് അളവായിട്ട് കിട്ടിയിരിക്കുന്നത്. അടുത്തതായി നമുക്ക് ഷേപ്പിൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് നോക്കാം. നോർമലി ഒരു 13.5-14 ഇഞ്ചിലാണ് ഷേപ്പ് ലെങ്ത്ത് ഉണ്ടാവുക. ഇനി അവിടെ നിന്ന് നമ്മുടെ ഷേപ്പിൻ്റെ വിഡ്ത്ത് അളന്നെടുക്കുക. ഇവിടെ 16 ഇഞ്ചാണ് ഷേപ്പ് വിഡ്ത്തായിട്ട് കിട്ടിയിരിക്കുന്നത്. ഷേപ്പ് ലെങ്ത്ത് 14ഉം ഷേപ്പിൻ്റെ വിഡ്ത്ത് 16ഉമായിട്ടാണ് ഞാനിവിടെ മെഷർ ചെയ്തെടുത്തിരിക്കുന്നത്. അടുത്തതായി നമുക്ക് സ്ലിറ്റിൻ്റെ ലെങ്ത്ത് എത്രയാണ്, സ്ലിറ്റിൻ്റെ വിഡ്ത്ത് എത്രയാണെന്ന് നോക്കാം. ഇപ്പോൾ ചെയ്ത പോലെ തന്നെ നമ്മുടെ സ്ലിറ്റ് എവിടെ നിന്നാണോ തുടങ്ങുന്നത് ആ പോയിൻ്റ് നമ്മുടെ സ്റ്റാർട്ടിങ് ലൈനിൽ നിന്ന് നമ്മുടെ സ്ലിറ്റിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് വരെ അളന്നെടുക്കുക. അതായിരിക്കും നമ്മുടെ സ്ലിറ്റിൻ്റെ ലെങ്ത്തായിട്ട് കിട്ടുക. ഇവിടെ എനിക്ക് 19 ഇഞ്ചിലാണ് സ്ലിറ്റിൻ്റെ ലെങ്ത്തായിട്ട് കിട്ടിയിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് സ്ലിറ്റിൻ്റെ വിഡ്ത്ത് എത്രയാണെന്ന് നോക്കാം. 2 സ്ലിറ്റ് തമ്മിലുള്ള വിഡ്ത്തായിരിക്കും നമ്മുടെ സ്ലിറ്റിൻ്റെ വിഡ്ത്തായിട്ട് നമ്മൾ എടുക്കുക. അപ്പോൾ 2 സ്ലിറ്റ് തമ്മിൽ എത്രയാണോ ലെങ്ത്ത് ഉള്ളത് അതൊന്ന് മെഷർ ചെയ്തെടുക്കുക. ഇവിടെ എനിക്കിപ്പം 18 ഇഞ്ചാണ് സ്ലിറ്റിൻ്റെ വിഡ്ത്തായിട്ട് കിട്ടിയിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ബോട്ടം വിഡ്ത്തും കൂടി എത്രയാണെന്ന് നോക്കാം. ബോട്ടം എന്ന് പറയുന്നത് നമ്മുടെ ചുരിദാറിൻ്റെ ഏറ്റവും അടിഭാഗത്തെ വീതിക്കാണ് ബോട്ടം എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ 21 ഇഞ്ചാണ് ബോട്ടം വീതിയായിട്ട് കിട്ടിയിരിക്കുന്നത്. അതുകൂടി നമുക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. അടുത്ത് നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത്, സ്ലീവിൻ്റെ റൗണ്ട് എത്രയാണെന്ന് നോക്കാം. നമുക്കിനി സ്ലീവ് അളക്കാം. അതിനായി സ്ലീവിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് മുതൽ സ്ലീവ് എൻഡ് ചെയ്യുന്ന പോയിൻ്റ് വരെ അളന്നെടുക്കുക. ഇവിടെ 15 ഇഞ്ചാണ് എനിക്ക് സ്ലീവിൻ്റെ ലെങ്ത്തായിട്ട് കിട്ടിയിരിക്കുന്നത്. ഇനി സ്ലീവിൻ്റെ റൗണ്ട്, നമ്മുടെ താഴെ ഭാഗത്തെ വീതിയാണ് സ്ലീവ് റൗണ്ട് എന്ന് പറയുന്നത്. ആ വീതി ഒന്ന് മെഷർ ചെയ്തെടുക്കുക. ഇവിടെ 4.5 ഇഞ്ചാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ആ അളവുകൾ കൂടി നമുക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കാം, സ്ലീവിൻ്റെ ലെങ്ത്തും സ്ലീവിൻ്റെ റൗണ്ടും. അടുത്തതായി നെക്കിൻ്റെ വിഡ്ത്ത് മെഷർ ചെയ്യാൻ മറന്നുപോയി. അത് നമുക്കിപ്പോൾ എത്രയാണെന്ന് നോക്കാം. ഇനി നമുക്ക് നെക്കിൻ്റെ വിഡ്ത്ത് അളക്കാനായി ഇതേപോലെ നമ്മുടെ ഡ്രസ്സ് ഒന്ന് ഫോൾഡ് ചെയ്തിടുക. നെക്ക് വിഡ്ത്ത് അഥവാ കഴുത്തകലം, ഇത് രണ്ടും ഒരു വേർഡ്സാണ്. ഇനി നമുക്കത് എത്രയാണെന്ന് നോക്കാം. അതിനായി ടാപ്പ് എടുത്ത് ഇതേപോലെ ഒന്ന് മെഷർ ചെയ്തെടുക്കുക. താഴെ നിന്ന് മുകളിലോട്ട് ടാപ്പ് ഇതേപോലെ പിടിച്ച് നെക്കിൻ്റെ വിഡ്ത്ത് നമുക്ക് മെഷർ ചെയ്യാം.
ഇവിടെ നമുക്ക് 3 ഇഞ്ചാണ് നെക്കിൻ്റെ വിഡ്ത്തായിട്ട് കിട്ടിയിരിക്കുന്നത്. ഇതേ രീതിയിൽ തന്നെ നമുക്ക് നെക്കിൻ്റെ ലെങ്ത്തും വേണമെങ്കിൽ മെഷർ ചെയ്യാം. നേരത്തെ മെഷർ ചെയ്തത് വേറൊരു രീതിയിലായിരുന്നു. ഇതേപോലെ എളുപ്പത്തിൽ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും നമുക്ക് മെഷർ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ അളവുകളൊക്കെ നോട്ട് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തയ്യൽ തുമ്പുകൾ ആഡ് ചെയ്യണം. ലെങ്ത്തിൻ്റെ കൂടെ നമ്മൾ 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാനും 1 ഇഞ്ച് താഴെ മടക്കിയെടുക്കാനും കൂടി ആഡ് ചെയ്യുന്നതാണ്. അങ്ങനെ നമുക്ക് 39.5 ഇഞ്ചാണ് ഫുൾ ലെങ്ത്തായിട്ട് കിട്ടിയിരിക്കുന്നത്. ഷോൾഡറിൻ്റെ കൂടെ 1 ഇഞ്ചാണ് ആഡ് ചെയ്യേണ്ടത്. എനിക്കിവിടെ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. 1/2 ഇഞ്ചാണ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. 1 ഇഞ്ചാണ് ഷോൾഡറിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഫ്രണ്ട് നെക്ക്, ബാക്ക് നെക്ക്, ആം ഹോൾ, ഈ അളവുകളിലൊന്നും യാതൊരു വ്യത്യാസവുമില്ല. അതേപോലെ എടുത്താൽ മതിയാകും. ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ അളവ് നോക്കാം. ചെസ്റ്റിൻ്റെ വിഡ്ത്തായിട്ട് 17 ഇഞ്ചാണ് എടുത്തത്. അതിൻ്റെ പകുതിയാണ് നമ്മൾ ക്ലോത്തിൽ മാർക്ക് ചെയ്യുമ്പോൾ വേണ്ടത്. 17/2 ചെയ്യാൻ. അപ്പോൾ നമുക്ക് 8.5 ഇഞ്ചായിരിക്കും കിട്ടുക. ഇനി അതിൻ്റെ കൂടെ തയ്യൽ തുമ്പായി 1.5 ഇഞ്ച് ആഡ് ചെയ്യുക. ആ ഒരു മെഷർമെൻ്റ് ആയിരിക്കും നമ്മുടെ ചെസ്റ്റിൻ്റെ അളവ് ഉണ്ടാവുക. നെക്സ്റ്റ് ഷേപ്പിൻ്റെ ലെങ്ത്തും അതേപോലെ മാർക്ക് ചെയ്താൽ മതിയാവും. ഇനി ഷേപ്പിൻ്റെ വിഡ്ത്ത് നമുക്ക് അതിൻ്റെ പകുതിയാണ് വേണ്ടത്. 16/2 8 ഇഞ്ച് കിട്ടും. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്ത് നമ്മുടെ അളവ് നമുക്ക് അടയാളപ്പെടുത്താം. ഇവിടെ 9.5 ഇഞ്ചാണ് എനിക്ക് ഷേപ്പിൻ്റെ വിഡ്ത്ത് കിട്ടിയിരിക്കുന്നത്. അടുത്തത് സ്ലിറ്റിൻ്റെ ലെങ്ത്തും അതേപോലെ തന്നെ എടുത്താൽ മതിയാവും. ഇനി നമുക്ക് സ്ലിറ്റിൻ്റെ വിഡ്ത്ത് അതിൻ്റെ പകുതിയാണ് കാണേണ്ടത്. നേരത്തെ ചെയ്തതുപോലെ തന്നെ സ്ലിറ്റിൻ്റെ വിഡ്ത്തിൻ്റെ പകുതി കാണാൻ അതിൻ്റെ കൂടെ 1 ഇഞ്ചാണ് സ്ലിറ്റിൻ്റെ അവിടെ ആഡ് ചെയ്യുന്നത്. ബാക്കിയൊക്കെ നമ്മൾ 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൂട്ടിയത്. സ്ലിറ്റിന് പ്രത്യേകം ശ്രദ്ധിക്കുക, 1 ഇഞ്ചാണ് ആഡ് ചെയ്യുന്നത്. ഒരു സ്ലിം സൈസിന് ഏകദേശം ചെസ്റ്റും സ്ലിറ്റിൻ്റെ വിഡ്ത്തൊക്കെ ഒരേ അളവാണ് ഉണ്ടാവുക. നമ്മുടെ സൈസിനനുസരിച്ചിട്ട് സ്ലിറ്റിൻ്റെ വിഡ്ത്തിൻ്റെ മെഷർമെൻറ്റ് മാറാം. ഇനി നമുക്ക് ബോട്ടത്തിൻ്റെ പകുതി കാണാം. ഇവിടെ 21 ആണ്. അതിൻ്റെ ഹാഫ് കാണാം, 10.5 കിട്ടും. അതിൻ്റെ കൂടെ നമുക്ക് തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്ത് ബോട്ടത്തിൻ്റെ വിഡ്ത്ത് മെഷർ ചെയ്യാം. 10.5ൻ്റെ കൂടെ ഇവിടെ ഞാൻ 1 ഇഞ്ചാണ് ആഡ് ചെയ്തത്. അങ്ങനെ 11.5 ഇഞ്ചിലാണ് ബോട്ടം വിഡ്ത്തായിട്ട് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്തിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്യുക. എത്രയാണോ ലെങ്ത്ത് കിട്ടിയിരിക്കുന്നത് അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് എനിക്കിവിടെ 16.5 ഇഞ്ച് ലെങ്ത്താണ് കിട്ടിയിരിക്കുന്നത്. അതേപോലെ സ്ലീവിൻ്റെ റൗണ്ട് എത്രയാണോ സെയിം അത് തന്നെ എടുക്കുക. അതിൻ്റെ കൂടിയും 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്യുക. അങ്ങനെ ഇവിടെ 6 ഇഞ്ചാണ് ടോട്ടൽ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് നെക്കിൻ്റെ വിഡ്ത്ത് കൂടി നോക്കാം. നമുക്ക് 3 ഇഞ്ചാണ് നെക്കിൻ്റെ വിഡ്ത്ത് കിട്ടിയിരിക്കുന്നത്. അതിൽ നിന്ന് 1/2 ഇഞ്ച് കുറച്ചാണ് നമ്മൾ നെക്കിൻ്റെ അളവ് എടുക്കുക. അങ്ങനെ 2.5 ഇഞ്ചാണ് നെക്കിൻ്റെ വിഡ്ത്തായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്.